ഹായ് ഓൾ. അങ്ങനെ നമ്മൾ സ്കൂൾ അടച്ചപ്പോൾ തൊട്ട് മോള് പറയുന്നതാണ് എവിടെയെങ്കിലും ടൂർ പോകണമെന്ന്. അങ്ങനെ വയനാട് ലക്കിടിയിലെ ഗ്ലാസ് ബ്രിഡ്ജ് കാണാനാണ് നമ്മളിപ്പോൾ വന്നിരിക്കുന്നത്. വളരെ മനോഹരമായ ഒരു പ്ലേസാണ്. വലിയവർക്കും കുട്ടികൾക്കും ഒക്കെ ഒരുപാട് എൻജോയ് ചെയ്യാനുള്ള സ്ഥലമാണിത്. ഇവിടെ വന്നാൽ നമുക്ക് ഏറ്റവും കൂടുതൽ അട്രാക്റ്റ് ചെയ്യിപ്പിക്കുന്നത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബങ്കി ജമ്പിങ് ആണ്. ഇത് കേരളത്തിലെ ആദ്യമായിട്ട് നമ്മളെ വയനാട് ലക്കിടി ഇവിടെയാണ് വരുന്നത്. എൻട്രിയിൽ തന്നെയാണ് നമുക്ക് ടിക്കറ്റ് കൗണ്ടറൊക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. അവിടുന്ന് വേണം നമ്മൾ എന്തിലൊക്കെയാണ് കയറുന്നത് എന്നുള്ളത് ഓൾറെഡി ടിക്കറ്റ് എടുത്തിട്ട് വേണം കയറാൻ. അല്ലെങ്കിൽ പിന്നെ നമ്മൾ മുഴുവനും കയറി റിട്ടേൺ വന്ന് വേണം ടിക്കറ്റ് എടുക്കാൻ. ഇവിടെ ഹൈലൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിമ്മാണ്. 3 തരം സിങ്ങാണുള്ളത്. അത് ഫാമിലി, കപ്പിള് ആൻഡ് സിംഗിള്. പിന്നെ വന്നിട്ട് നമ്മളെ ബ്രിഡ്ജാണ് വരുന്നത്. നമ്മൾ എടുത്തത് ഒരു ഫാമിലി സിങ്ങും പിന്നെ ഒരു ഗ്ലാസ് ബ്രിഡ്ജുമാണ്. ഇവിടെ നിന്ന് നോക്കിയാൽ തന്നെ നമുക്ക് ഗോത്ര പൈതൃക ഗ്രാമമായ എന്നൂരൊക്കെ കാണാൻ കഴിയും. കിഡ്സിനെ അട്രാക്റ്റ് ചെയ്യിപ്പിക്കാൻ ഒരുപാട് ഐറ്റംസ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കാർ റേസിങ്, സൈക്കിൾ റേസിങ്, സ്വിമ്മിങ് പൂള്, അങ്ങനെ ഒരുപാട് ഐറ്റംസ് ഉണ്ട്. എല്ലാം വളരെ മനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പോയപ്പോൾ നമുക്ക് പണി കിട്ടിയത് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല മഴയായിരുന്നു. അപ്പോൾ ഗ്ലാസ് ബ്രിഡ്ജിലൊക്കെ കയറിയപ്പം നടക്കാനൊക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. നല്ല ഗ്ലാസ്സൊക്കെ തെന്നുന്നുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ആ സമയത്ത് എല്ലാവർക്കും കയറാൻ പറ്റാതെ എല്ലാവരും വെയിറ്റിങ്ങിലായി. പിന്നെ ഒരുപാട് പേര് ഒരുമിച്ച് ബ്രിഡ്ജിലൊക്കെ കയറേണ്ടി വന്നു. ബ്രിഡ്ജിനൊക്കെ എല്ലാത്തിനും ലിമിറ്റേഷനുണ്ട്, എല്ലാത്തിനും ടൈം ഡ്യൂറേഷനുണ്ട്. 7 മിനിറ്റാണ് സിങ് വരുന്നത്. പിന്നെ ഗ്ലാസ് ബ്രിഡ്ജിൽ കയറിയാലും 7 മിനിറ്റ് കൊണ്ട് നമ്മൾ പോയിട്ട് ഇറങ്ങി വരണം. ഓരോരോ സെക്ഷനായിട്ടാണ് അവർ നമ്മളെ കയറ്റി വിടുന്നത്. ബ്രിഡ്ജിൻ്റെ മേലേക്ക് കയറി കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് അവിടെ കുറച്ച് നേരമൊക്കെ നിന്ന് മോൾക്ക് ഭയങ്കര പേടിയായിരുന്നു. അതിൻ്റെ മേലെ കയറി താഴേക്ക് നോക്കിയപ്പോൾ ഭയങ്കര കരച്ചിലൊക്കെ ആയിരുന്നു.
അങ്ങനെ നമ്മൾ അവിടുന്ന് റിട്ടേൺ പോന്നു. മഴ പെയ്തേം കൊണ്ട് വലിയ ഒരു രസം ഉണ്ടായിരുന്നില്ല. ആകെ നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പിന്നെ നമ്മൾ നേരെ വന്നത് ബുൾ റൈഡിങ്ങിനായിരുന്നു. മോൾക്ക് ബുൾ റൈഡിങ് കയറുന്നതുകൊണ്ട് ഭയങ്കര കച്ചറയായിരുന്നു. അങ്ങനെ കയറാനെത്തി. അവളതിൽ 11 മിനിറ്റോളം പിടിച്ച് നിന്നു. എന്നിട്ട് അവൾക്ക് ഇറങ്ങാനൊരു താല്പര്യമില്ല. അപ്പം ഞാൻ പറഞ്ഞ സ്പീഡ് കൂട്ടിയിടാൻ പറഞ്ഞിട്ട് അങ്ങനെ അവളെ വീഴ്ത്തി, അറിഞ്ഞുകൊണ്ട് വീഴ്ത്തി. അപ്പം അത് ഓപ്പറേറ്റ് ചെയ്യുന്ന കുട്ടിക്ക് ഭയങ്കര ഒരു അത്ഭുതം. അത്രയും നേരം ആരും അതിൽ പിടിച്ച് നിന്നിട്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര 2-3 ദിവസമായി ആരും അത്രയും സ്കോർ ചെയ്തിട്ടില്ല. ഒരു ചെറിയ സ്കോറൊക്കെ ഉണ്ട് ഇതിൽ. അപ്പോൾ അതിന് പ്രൈസൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ അവൾക്ക് പ്രൈസൊക്കെ കിട്ടി. അപ്പോൾ ആ കുട്ടി എന്നിട്ട് കയറി നോക്കി. അവന് ഒരു സെക്കൻഡ് പോലും അതിൽ കഴിഞ്ഞില്ല, പിടിച്ചിരിക്കാൻ കഴിഞ്ഞില്ല.